നമസ്കാരം. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് BT ക്യാഷ് അതിൻ്റെ ഒരു വിശകലനം ചെയ്തായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോർച്യൂൺ NFT അതിൻ്റെ ഒരു സ്റ്റഡിയാണ്. അതായത് ഇതിൻ്റെ വെബ്സൈറ്റ്, ഇതിൻ്റെ ബ്രോഷർ എല്ലാം നോക്കുകയും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു സേഫ് ആയ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണോ എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇതാണ് ഇതിൻ്റെ വെബ്സൈറ്റ്, fortunenft.world എന്നാണ് ഇതിൻ്റെ സൈറ്റ്. ഇവിടെ കുറച്ച് ലിങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ താഴെ പോകണമെങ്കിൽ അവരുടെ വേരിയസ് ഇമേജസ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് അവരുടെ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് കളക്ഷൻസ്, ടോപ്പ് NFTs ആൻഡ് ദെൻ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ വാലറ്റ് സെറ്റപ്പ് ചെയ്യുക, നമുക്ക് വേണ്ട NFT നമ്മൾ കണ്ടുപിടിക്കുക, അത് കഴിഞ്ഞിട്ട് അത് വാങ്ങിക്കുക. അത് വാങ്ങിച്ച് കഴിഞ്ഞാൽ ഇതിനെ ലിസ്റ്റ് ചെയ്ത് നമുക്ക് റെൻറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഏണിംഗ് മോഡലിൽ നിന്ന് ഏൺ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ താഴെ പോവുകയാണെങ്കിൽ അതുപോലെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ നോക്കാം, എന്താണ് NFT എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ നോക്കുക. അപ്പോൾ നിങ്ങളൊരു ഒരു ചിത്രം വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്നത് ഫിസിക്കലായിട്ടല്ല, ഡിജിറ്റലായിട്ടാണ്. അപ്പോൾ അത് ഈ ഒരു ചിത്രമുണ്ട്, ഈ ഒരു റോബോട്ടിൻ്റെ ചിത്രമാണുള്ളത്. അപ്പോൾ ഈ ചിത്രം ഡിജിറ്റലായതുകൊണ്ട് എത്ര കോപ്പി വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും അല്ലേ. അതായത് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് സേവ് കൊടുത്താൽ അത് സേവ് ആവുന്നതേ ഉള്ളൂ. സേവ് ഇമേജസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് സേവ് ആയിക്കോളും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ ഒറിജിനൽ പിക്ചർ ആരുടെ കയ്യിലാണ് ഉണ്ടാവുക, അതെങ്ങനെ അറിയുക? അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള സംവിധാനമാണ് ഈ NFT. അപ്പോൾ NFT എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുണ്ടാക്കിയ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ഈ പിക്ചറുണ്ട്. അപ്പോൾ അയാളത് സെയിലിന് വെക്കുകയാണ്. ഓക്കെ, ഇത് എനിക്ക് സെയിലിന് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ആരാണോ അത് വാങ്ങിക്കുന്നത്, സപ്പോസ് അത് നിങ്ങളാണ് വാങ്ങിക്കണമെന്ന് വെക്കുക. അപ്പോൾ നിങ്ങളുടെ പേര് എഴുതിയിട്ട് ഇത് നിങ്ങൾക്ക് സെയിൽ ചെയ്യുകയാണ് ചെയ്യുക. അതായത് ഇമേജ് നിങ്ങളുടെ അടുത്ത് ആക്ച്വലി വരുന്നില്ല. ഇമേജ് കിടക്കുന്ന സെർവറിൽ തന്നെയാണ്. ആർക്ക് വേണമെങ്കിലും പോകാൻ, നോക്കാം, കാണാം, എപ്പോഴെങ്കിലും കാണാൻ പറ്റും. പക്ഷേ നിങ്ങൾക്കൊരു റെസീപ്റ്റാണ് കിട്ടുന്നത്. അതായത് ഇന്ന പിക്ചർ, അതായത് ഈ URL-ലുള്ള പിക്ചർ വാങ്ങിച്ചിരിക്കുന്നത് ഇന്ന ആളാണെന്ന് പറഞ്ഞിട്ടൊരു അതൊരു ഡാറ്റ ഡിജിറ്റലായിട്ട് ഈ ഡാറ്റ എഴുതിയിട്ട് ഒരു ബ്ലോക്ക് ചെയിനിൽ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നാളെ ഇപ്പോൾ ആർക്ക് വേണമെങ്കിൽ ചിത്രം റൈറ്റ് ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഒറിജിനൽ പിക്ചർ നിങ്ങളുടെ അടുത്താണെന്നുള്ള ഡാറ്റ എല്ലാവർക്കും കാണാൻ പറ്റും, നോക്കുന്നവർക്ക്. ഇനി നാളെ നിങ്ങൾ ഒരാൾക്ക് വിൽക്കുകയാണെന്ന് വയ്ക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിൽക്കുന്ന ആളുടെ പേര് അതിൻ്റെ താഴെ ആഡ് ചെയ്തിട്ട് ആൾ കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു ബ്ലോക്ക് ചെയിൻ, ഒരു ചെയിനായിട്ട് ഇൻഫർമേഷൻ ഇങ്ങനെ അതിൽ തന്നെ കിടക്കും. അപ്പോൾ ഇതാണ് NFTയുടെ കൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ ചിത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും കോപ്പി എടുക്കാൻ പറ്റും. കാരണം ഡിജിറ്റൽ ആയതുകൊണ്ട് എത്ര വേണമെങ്കിലും കോപ്പി എടുക്കാൻ പറ്റും. അതുകൊണ്ട് ചിത്രത്തിന് അല്ല വാല്യൂ, പക്ഷേ ഈ NFTക്കാണ് വാല്യൂ. അതായത് ഒറിജിനൽ ആയിട്ടുള്ള പിക്ചർ വെച്ചിരിക്കുന്നത് ഇന്ന ആളാണ് എന്നുള്ള ഇൻഫർമേഷനാണ് ഇവിടെ വാല്യൂ. അപ്പോൾ ഇതെങ്ങനെ വില കൂടുക? അതായത് ഇപ്പോൾ ഈ ഒരു ചിത്രം, ഇതിപ്പോൾ ഒരു റോബോട്ടിൻ്റെ ചിത്രമാണ്. നാളെ ഇപ്പോൾ ഈ ചിത്രത്തിന് വലിയ ഡിമാൻഡ് ഉണ്ടാവുകയും ആൾക്കാർ ഇത് വാങ്ങിക്കാനായിട്ട് ഒരു ഡിമാൻഡ് ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ വില കൂടും. നമുക്കെല്ലാവർക്കും അറിയാം, പണ്ടത്തെ പല ചിത്രങ്ങളും, അതായത് മൊണാലിസ, അങ്ങനെ പല ചിത്രങ്ങളും ഉണ്ട്. ഒറിജിനലിന് നല്ല വില ഇപ്പോൾ കിട്ടും. ഇത് ഒരു ചിത്രം വരച്ച് കുറേ കാലം കഴിയുമ്പോൾ ആ ചിത്രത്തിന് ഡിമാൻഡ് കൂടാനും അതിന് വില കൂടാനും സാധ്യതയുണ്ട്. പക്ഷേ ഇത് എല്ലാ ചിത്രങ്ങൾക്കും വില കൂടില്ല. അതായത് നിങ്ങൾക്കറിയാം, ഒരു ഫേമസ് ആയ ഒരു ആർട്ടിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ വല്ല ഒരു അങ്ങനെ ഫേമസ് ആണ് പിക്ചറിനോ മാത്രമേ അത് വില കൂടുള്ളൂ. അല്ലാതെ നമ്മൾ എന്ത് വാങ്ങിച്ചാലും വില കൂടുമെന്ന് വിചാരിക്കുന്നത് ശരിയല്ല. ഓക്കെ, അപ്പോൾ അതുപോലെ പിക്ചറുണ്ട്. അതുപോലെ വേറെയും പല സാധനങ്ങളുണ്ട്. ഇപ്പോൾ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും വില കൂടുന്നുള്ളത്. ആൾക്കാർ പലരും വാച്ച് കളക്ട് ചെയ്യാറുണ്ട്. വാച്ച് ആസ് ടേബിൾസ്. അപ്പോൾ അതൊരു ലിമിറ്റഡ് എഡിഷൻ വാച്ചസ്, അതായത് അത് വാങ്ങിച്ച് വെച്ച് കുറച്ച് കഴിയുമ്പോൾ വില കൂടും എന്ന രീതിയിൽ അത് വാങ്ങിക്കാറുണ്ട്. അതുപോലെ പല സാധനങ്ങളുണ്ട് കുറച്ച് കഴിയുമ്പോൾ വില കൂടുന്നുള്ള രീതിയിൽ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ NFT കൊണ്ടുള്ള ഡിജിറ്റൽ അസറ്റ്സിന്. അപ്പോൾ NFT എന്താണെന്ന് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഒരു സാധനം വാങ്ങിച്ച് വെക്കുകയും അത് നിങ്ങളുടേതാണെന്ന് പ്രൂവ് ചെയ്യാനുള്ള, നിങ്ങളുടെ അടുത്ത് മാത്രമേ അതിൻ്റെ ഒറിജിനൽ കോപ്പി ഉള്ളൂ എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. അതാണ് NFT. നമ്മൾ വാട്സപ്പിലാവട്ടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലാവട്ടെ എവിടെയാവട്ടെ എന്ത് ചിത്രവും തലങ്ങും വിലങ്ങും ആരുടെയും എന്താണെന്ന് നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നവരാണ് നമ്മളെല്ലാവരും.
അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഇത് ആലോചിച്ച് വേവലാതിപ്പെടാറുണ്ടോ? അതായത് ഈ ചിത്രം ഒറിജിനൽ ആരെയാണെന്ന് നോക്കിയിട്ട് അങ്ങനെ ഒരിക്കലും നമ്മൾ നോക്കാറില്ല. എവിടെയെങ്കിലും ചിത്രം കാണുന്നു, അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുന്നു, അല്ലെങ്കിൽ സേവ് ചെയ്യുന്നു, മറ്റുള്ള ആർക്കെങ്കിലും അയച്ചു കൊടുക്കുന്നു. അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ഡിജിറ്റൽ പിക്ചറിന് എത്രമാത്രം ഡിമാൻഡ് ഉണ്ടാവുമെന്നും എത്ര വില കൂടും എന്നുള്ളതും നിങ്ങൾക്ക് എല്ലാവർക്കും ആലോചിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇവരുടെ സൈറ്റിലേക്ക്, ഇപ്പോൾ NFT എന്ന് മനസ്സിലായി, നമുക്ക് ഇനി ഇവരുടെ സൈറ്റ് നോക്കാം. അപ്പോൾ അങ്ങനെ പല പല പിക്ചേഴ്സ് ഇവിടെ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. നമ്മളിപ്പോൾ ഹോമിൽ പോവുകയാണെങ്കിൽ ഇപ്പോൾ പല പല ഇമേജസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത്, ഇവിടെ എവിടെയും വൈറ്റ് പേപ്പറോ അങ്ങനത്തെ ഒന്നും കൊടുത്തിട്ടില്ല. അതുപോലെ ഒരിക്കലും എവിടെയും ഇതിൻ്റെ കോൺട്രാക്റ്റ് അഡ്രസ്സ് കൊടുത്തിട്ടില്ല. നമ്മൾ ഇതിന് മുമ്പ് BT-Cashൻ്റെ വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ നോക്കി, അതിൻ്റെ കോൺട്രാക്റ്റ് അഡ്രസ്സ് ഉണ്ടായിരുന്നു. പിന്നെ ആ അഡ്രസ്സ് വെച്ച് നമ്മൾ അനലൈസ് ചെയ്തു അതിന് എത്രമാത്രം റേറ്റിംഗ് ഉണ്ടെന്നോ അല്ലെങ്കിൽ അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ഇഷ്യൂസ് എന്നുള്ളത് നമ്മൾ ആ കോൺട്രാക്റ്റ് അഡ്രസ്സ് വെച്ചിട്ടാണ് ചെയ്തത്. ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്കിത് ബ്ലോക്ക് ചെയിനിൽ ഉണ്ടെന്ന് പറയുന്നു എന്നല്ലാതെ ഏത് ബ്ലോക്ക് ചെയിനിലാണെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ബ്ലോക്ക് ചെയിനിൽ ട്രാൻസാക്ഷൻസ് നോക്കേണ്ടതെന്നോ ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ അതൊരു ഫസ്റ്റ് റെഡ് ഫ്ലാഗ് ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ താഴെ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറേ സോഷ്യൽ മീഡിയയിലേക്കുള്ള ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട്. ഒന്നും വർക്കിംഗ് അല്ല എന്ന് കാണാം. ജനറിക് ആയൊരു സൈറ്റാണ്. ഇവർക്ക് ട്വിറ്ററോ യൂട്യൂബോ ടെലഗ്രാമോ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒന്നിൻ്റെയും ഒരു ഹാൻഡിലും ഇതിപ്പോൾ ലിങ്ക് ചെയ്തിട്ടില്ല. ഇനി നമ്മൾ കമ്പനിയെ പറ്റി നോക്കാം. ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ലീഗൽ, റിസ്ക് ഫാക്ടർ കൺസൾട്ടൻറ്റ്, എബൌട്ട്, FAQ. സോ ഇതെല്ലാം വർക്കിംഗ് ലിങ്കാണ്. BT-Cash പോലല്ല, ഇവിടെ എല്ലാം ലിങ്ക് വർക്ക് ചെയ്യുന്നുണ്ട്. എബൌട്ട് പോവുകയാണെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസാണ്. ഓക്കെ, നമ്മൾ അങ്ങനെ ചെയ്യണോ, എന്താണ് അവർ ചെയ്യുന്നത്, അതിനെ പറ്റിയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ അങ്ങനെ ഒരു 4 കീ ടീം പൊസിഷൻസ് ബിഹൈൻഡ് ഫോർച്യൂൺ NFT വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇവർ ആരാണെന്നോ എന്താണെന്നോ ഇവർ എങ്ങനെ കോണ്ടാക്ട് ചെയ്യാമെന്നോ പേര് മാത്രമുണ്ട്, ഒരു പൊസിഷനും കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചർ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നത് ഇതൊരു AI ജനറേറ്റ് പിക്ചർ ആണെന്നാണ്. മറ്റുള്ളതും അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കി, ഇവരാരാണെന്ന് എന്താണെന്ന് പറ്റി യാതൊരു ഡീറ്റെയിലും നെറ്റിൽ അവൈലബിൾ അല്ല, ഇൻ്റർനെറ്റിൽ ഇതൊന്നും അവൈലബിൾ അല്ല. വളരെ അധികം സാധ്യതയുള്ളത് ഇത് AIയിൽ ജനറേറ്റ് ചെയ്ത 4 ഫോട്ടോസ് ആവാനേ സാധ്യതയുള്ളൂ. ഇനി FAQs കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിക്കുന്നത് എന്നൊക്കെയാണ് പറയണത്. സോ ഇവർ പറയുന്നത് നമുക്ക് എന്തൊക്കെ വാങ്ങിക്കാം: ഡിജിറ്റൽ ആർട്ട്, കളക്ടിബിൾസ്, റിയൽ വേൾഡ് അസറ്റ്സ് ഇൻക്ലൂഡിങ് റിയൽ എസ്റ്റേറ്റ്, കൊമോഡിറ്റീസ് ആൻഡ് ഈൽഡ് ജനറേറ്റിംഗ് പോർട്ട്ഫോളിയോസ്. അപ്പോൾ റിയൽ എസ്റ്റേറ്റും അതുപോലെ കൊമോഡിറ്റീസ്, അതായത് ഗോൾഡ്, അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇവരുടെ സൈറ്റിൽ നമ്മൾ നോക്കിയപ്പോൾ കണ്ടു കുറച്ച് ഡിജിറ്റലായിട്ടുള്ള പിക്ചേഴ്സ് അല്ലാതെ വേറൊരു അസറ്റും ഇപ്പോൾ ഇതിലില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ, അതായത് റിയൽ എസ്റ്റേറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് അവർ ലിങ്ക് ചെയ്യാൻ പോകണമെന്നോ എങ്ങനെയാണ് അതിനെ ടോക്കണൈസ് ചെയ്യണമെന്നോ ഒരു ഡീറ്റെയിലും എവിടെയും കൊടുത്തിട്ടില്ല. പിന്നെ കൺസൾട്ടൻ്റ് എങ്ങനെ ആവാം, അപ്പോൾ ഇത് നമുക്ക് പിന്നീട് കാണാം. നമ്മളതിൻ്റെ ബ്രോഷർ കാണുന്നുണ്ട്, അവിടെ നോക്കാം. ഇവർ വീണ്ടും പറയുന്നത് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അതായത് റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, കൊമോഡിറ്റീസ് ഉണ്ട്, അതായത് ഗോൾഡ്, സിൽവർ അങ്ങനത്തെ സാധനങ്ങൾ, പ്രഷ്യസ് അസറ്റ്സ്, അതായത് ഫൈൻ ആർട്സ്, റെയർ ആൻറ്റിക്വിറ്റീസ്, ഹൈ വാല്യൂ കളക്റ്റബിൾസ്, പിന്നെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് ബോണ്ട്സ്, പ്രൈവറ്റ് ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ ഇതൊക്കെ അതിലുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇവരുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് നോക്കി കാണാൻ ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റുന്നത് ആകെ കുറച്ച് ഇമേജസ് മാത്രമാണ്. ഇങ്ങനെ സാധനങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ അത് പലതും ചെയ്യാമെന്ന് പറയുന്നതല്ലാതെ ശരിക്കും ചെയ്യുന്നില്ല. റിസ്ക് ആൻഡ് ലീഗൽ ഫാക്ടേഴ്സ്, ഇത് വളരെ ക്ലിയറിംഗ് ആയിട്ടുള്ളതാണ്. ഇത് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. ഇവർക്ക് ഇതിൽ യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല, എല്ലാം നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. സോ ഫോർച്യൂൺ NFT ആൻഡ് does not guarantee that our services are legal. അപ്പോൾ ലീഗലാണെന്ന് അവരെന്നെ പറയുന്നില്ല. അവൈലബിൾ ഓർ accessible in every single jurisdiction globally. സോ അത് നിങ്ങളുടെ മാത്രം റിസ്ക് ആണെന്നാണ് പറയുന്നത്. പിന്നെ company is not liable for losses stemming user negligence, foreseen regulatory shifts or failures exploits third party systems which we may integrate with. അതായത് യൂസറിന് നഷ്ടമുണ്ടായാൽ ഇവർക്ക് അതിൽ ബാധയില്ലെന്നാണ് പറയുന്നത്. എങ്ങനെ? ഒന്ന്, നിങ്ങളുടെ നെഗ്ലിജൻസ് കൊണ്ട്, ഓക്കെ, അത് അക്സെപ്റ്റബിൾ ആണ്. റെഗുലേറ്ററി ഷിഫ്റ്റ്സ്, നിയമം മാറുകയാണെങ്കിൽ ഒന്നും നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല. അല്ലെങ്കിൽ തേർഡ് പാർട്ടി എന്തെങ്കിലും
എക്സ്പ്ലോയിറ്റ്സ് ചെയ്യുകയാണെങ്കിൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾക്ക് ഇതൊരു വാലറ്റുമായിട്ട് ബന്ധിക്കപ്പെടേണ്ടി വരും. ഇത് നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിൽ. അവസാനം ഇങ്ങനത്തെ പല സ്കീമിലും ഹിസ്റ്റോറിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ അവർ ഒരുമിച്ച് നിങ്ങളുടെ വാലറ്റിലുള്ള കോയിൻസ് എല്ലാം ഡ്രെയിൻ ചെയ്യുകയാണ് സാധാരണ ചെയ്യാറുള്ള. പല കേസും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതായത് നിങ്ങളൊരു വാലറ്റായിട്ട് നിങ്ങളുടെ വാലറ്റ് ഒരു പ്ലാറ്റ്ഫോമായി കണക്ട് ചെയ്യും. അവരത് മൊത്തം നിങ്ങളുടെ വാലറ്റ് കാലിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഒരു മുമ്പ് പല കേസിലും ഉണ്ടായിട്ടുണ്ട്. ഇത് ഫോർച്യൂൺ NFT-യിലല്ല, പക്ഷേ ഹിസ്റ്ററി നമുക്ക് പറ്റുകയാണെങ്കിൽ അത് പിന്നീട് നോക്കാം. അപ്പോൾ അവർ പറയണത് നിങ്ങളുടെ റിസർച്ച് ചെയ്തിട്ടേ അതിൽ പൈസ ഇറക്കാവൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അവർ സൈറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിനിവർ യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയുമായി നമുക്ക് ഇതിവിടെ നിർത്താം. ഇനി നമുക്ക് ഇവരുടെ ബ്രോഷർ നോക്കാം എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് അവരുടെ ബ്രോഷർ. ഇത് നമുക്ക് കാണാം. ഫോർച്യൂൺ NFT ടോക്കണൈസിങ് റിയൽ വേൾഡ് വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രീഫ്ലി ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് എന്താണെന്നുള്ളത്. അതായത് ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റ് പ്ലേസ് ആണ്. Buy, sell, trade and rent NFTs representing digital art, collectibles and real world assets including real estate, commodities and yield generating portfolios. അപ്പോൾ റിയൽ വേൾഡ് അസറ്റ്സ് ഉണ്ടെന്ന് ഇവർ പല സ്ഥലത്തും അവരുടെ വെബ്സൈറ്റിലും കണ്ടു. ഇവിടെ PDF-ലും അവർ അത് തന്നെയാണ് പറയുന്നത്. മുന്നോട്ട് നോക്കാം. അപ്പോൾ പല ബ്ലോക്ക് ചെയിനിലും ഉണ്ടെന്ന് പറയുന്നു, പക്ഷേ എവിടെയും അഡ്രസ്സ് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഏൺ 0.3 to 0.5 ഡെയിലി റിവാർഡ്സ് അപ് ടു 3x. അതായത് 0.5% ഡെയിലി റിവാർഡ്സ് വരയ്ക്കും ഏൺ ചെയ്യാനാണ് പറയുന്നത്. അതായത് നമ്മൾ ആദ്യം $1,000 കൊടുക്കുകയാണെങ്കിൽ 0.3 ആണ്. അങ്ങനെ കൊടുത്ത് അവസാനം $25,000 കൊടുക്കുകയാണെങ്കിൽ 0.5% ആണ് അവർ പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ്. നമ്മൾ നോക്കാം. 0.5 into 365 182.5% ഇൻട്രസ്റ്റ് ആണ് അവർ പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു 25,000 ഇടുകയാണെങ്കിൽ ഇൻറ്റു 1.82 മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പക്ഷേ 182 ആയതുകൊണ്ട് നമ്മളിവിടെ 25,000-ൽ 2 സീറോ കുറച്ചിട്ട് 250 ഇട്ട് കൊടുക്കുന്നു. നിങ്ങൾ ഈ $25,000 കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം കഴിയുമ്പോൾ $45,000 നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് മാത്രമേ കിട്ടും. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് മുമ്പ് കൊടുത്ത 25,000 കൂടെ ചേർത്തി ടോട്ടൽ 70,000 ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു റിട്ടേൺ ആണ് അവർ അഷ്വർ ചെയ്യുന്നത്. ടോക്കൺസ് ഇതാണ്, ചെയിൻസ് ഇതാണ്, പക്ഷേ എവിടെയും അഡ്രസ്സ് കൊടുത്തിട്ടില്ല. ഇത് നിങ്ങൾക്ക് എങ്ങനെ ഇൻകം ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ 4 റവന്യൂ സ്ട്രീമാണുള്ളത്. അപ്പോൾ ഒന്ന് NFT വാങ്ങിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന റിവാർഡ്, NFT കമ്മ്യൂണിറ്റി റിവാർഡ്, റാങ്ക് ബോണസ്, പ്ലാറ്റ്ഫോം റിവാർഡ്സ്, ഇങ്ങനെ 4 പറയുന്നു. പിന്നെ പറയുന്നത് നിങ്ങളൊരു റിയൽ വേൾഡ് അസറ്റ് കൺസൾട്ടൻ്റ് ആവാനാണ് പറയുന്നത്. അപ്പോൾ അതായത് നിങ്ങൾ അവരുടെ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ എന്താ ഏജൻറ്റ് ചെയ്യേണ്ടത്? ആൾക്കാരെ പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവർ മൊത്തം ഈ ബ്രോഷറിൻ്റെ പകുതി അധികം ഉപയോഗിക്കുന്നത് എങ്ങനെ ഇവരുടെ ഒരു ഏജൻ്റ് ആവാം അതിനെ പറ്റിയിട്ടാണ്. ഏജൻ്റ് ആയി കഴിഞ്ഞാൽ എന്താ പറയുന്നത്? 1 to 50% ഡെയിലി കമ്മ്യൂണിറ്റി റിവാർഡ്സ് ഫോർ 150 days എന്നാണ് പറയുന്നത്. അതായത് 1% മുതൽ 50% വരെ നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാകുന്ന ഏർണിങ്സിൻ്റെ കിട്ടുമെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ മുമ്പ് കണ്ടു, ഒരാൾ ഒരു എമൗണ്ട് ഇടുകയാണെങ്കിൽ അതിൻ്റെ 0.5% വരയ്ക്കും അവർക്ക് റിട്ടേൺ കിട്ടുമെന്നുള്ളത് അല്ലേ. അപ്പോൾ ഇത് ലെവൽ 1 നിങ്ങൾ ഏജൻ്റ് ആവുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ താഴെ ഒരാൾക്ക് 0.5%, അത് നമ്മൾ വീണ്ടും കാൽക്കുലേറ്റർ നോക്കാം.
അപ്പോൾ 25,000 ഇൻറ്റു 0.005. ഇവർക്ക് 125 ടോക്കൺസ് ആണ് ഒരു ദിവസം ഇവർക്ക് കിട്ടുക. ഇതിൻ്റെ 50% 62.5 ടോക്കൺസ് നിങ്ങൾ കിട്ടും എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ലെവൽ 2 പോകുമ്പോൾ 40 ആവും, ലെവൽ 3 ആകുമ്പോൾ 30 ആവും, അങ്ങനെ അതങ്ങനെ മാറി കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ ലെവൽ 11-15 ഓഫ് വാട്ട് എവർ നിങ്ങളുടെ താഴെയുള്ളവർ ഏൺ ചെയ്യുന്നതിന് 1% നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ആളെ ചേർക്കാനുള്ള പരിപാടിയാണിത്. അങ്ങനെ നിങ്ങൾ 1 സ്റ്റാർ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് 20 ആഴ്ച കൊണ്ട് $25 കിട്ടും. അങ്ങനെ 10 സ്റ്റാർ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് 20 ആഴ്ച കൊണ്ട് $100,000 കിട്ടുമെന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ ആളെ ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അനുസരിച്ച് ഇൻകം കൂടുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഒരു ലെവലിൽ 3 പേരാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഒരു 15 ലെവലൊക്കെ ആകുമ്പോഴത്തേക്ക് എത്ര ആൾക്കാർ വേണ്ട വരും നിങ്ങൾ ആലോചിച്ച് നോക്കുക. 15 ആകുമ്പോഴത്തേക്കും 3^15 ആവും. അത് $1 കോടി ആൾക്കാർ വേണം 15 ലെവലാകുമ്പോഴത്തേക്കും. അപ്പോൾ ഈ 1 കോടി ആൾക്കാർ ചേരാനുണ്ടാവുമോ? പിന്നെ അപ്പോൾ നമ്മളെല്ലാവരും ഇത് ചേരുന്ന എല്ലാവരും പൈസ ഉണ്ടാക്കാനാണല്ലോ, കൂടുതൽ ആൾക്കാർ ചേർക്കാനാണ് നോക്കുക. അപ്പോൾ ഒരാൾ ഈ 15ാമത്തെ ലെവലിൽ ചേർന്നു എന്ന് വെക്കുക. പക്ഷേ ഇയാളുടെ താഴെ പിന്നെ ആൾക്കാർ ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഈ 15ാമത്തെ ലെവൽ എന്നുള്ളത് 16, 17, 18 അങ്ങനെ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു 20 ലെവൽ വരെ ആയിരുന്നു കണക്കാക്കാം. അപ്പോൾ എത്രയൊക്കെ ആൾക്കാർ വേണ്ടത്? 3^20. നമുക്ക് എത്രയാണെന്ന്? 348 കോടി ആൾക്കാരാണ് വേണ്ടത്. ഇത്ര ആൾക്കാർ എവിടെയുണ്ട്? ഇന്ത്യ മൊത്തം ഉണ്ടോ? ഇന്ത്യ ഇപ്പോൾ 150 കോടിയേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ നോക്കുക, 20ാമത്തെ ലെവലൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിൽ ചേരാനുള്ള ആൾക്കാരെ കിട്ടാതാവും. അപ്പോൾ എല്ലാ പിരമിഡ് സ്കീമിൻ്റെയും പ്രശ്നം ഇത് തന്നെയാണ്. ഒരു ലെവൽ കഴിയുമ്പോൾ അതിലേക്ക് ആൾക്കാരെ കിട്ടാതാവും. അപ്പോൾ ഇതിലേക്ക് പറയാനുള്ളത്, നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തു, ഒരു NFT എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചിത്രത്തിൻ്റെ റെസിപ്റ്റ് മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഒരു ചിത്രത്തിന് എത്ര തന്നെ വില കൂടും? ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയ ചിത്രം മോണാലിസ ഉണ്ടെന്ന് തന്നെ വെക്കുക. അത് എൻ്റെ അടുത്ത് ഉണ്ടെന്ന് തന്നെ വെക്കുക. എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല 5 കൊല്ലം കഴിയുമ്പോൾ അതിനെന്ത് വിലയുണ്ടാകുന്നുള്ളത്. ചിലപ്പോൾ വില കൂടാം, ചിലപ്പോൾ വില കുറയാം. ചിലപ്പോൾ ആർക്കും ഇഷ്ടമില്ലാതാവും ചിത്രം, അപ്പോൾ വില കുറയാം. അല്ലെങ്കിൽ വില കൂടുക എന്ന് തന്നെ വെക്കുക. പക്ഷേ എനിക്കൊരു ഗ്യാരണ്ടിയോടെ പറയാൻ പറ്റില്ല എനിക്ക് ഇത്ര ഇതിൽ ചിത്രം തരാൻ പറ്റുന്നുള്ളത്. അപ്പോൾ അത് ഒരു ആക്ച്വൽ പിക്ചറിൻ്റെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇവിടെ ഇവരുടെ സൈറ്റിലുള്ളത് ആകെ ഉള്ളത് എന്താണ്? കുറച്ച് ഡിജിറ്റൽ ഇമേജസ് മാത്രമാണ്. അപ്പോൾ ഇതിൽ എന്തുമാത്രം വില കൂടും? ഒരു 6 മാസം കൊണ്ടോ, അല്ലെങ്കിൽ 1 വർഷം കൊണ്ടോ, അല്ലെങ്കിൽ 3 വർഷം കൊണ്ടോ? അപ്പോൾ അതിന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതിനൊന്നും ഒരിക്കലും വില കൂടാൻ പോകുന്നില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഒരിക്കലും വില കൂടാൻ പോകാത്ത ഈ സാധനങ്ങൾക്ക് എങ്ങനെയാണ് ഇവർ 0.5% പെർ ഡേ വെച്ച് ഒരു റിട്ടേൺ തരാൻ പോകുന്നത്? ഇത് ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ നടക്കുന്നത് എല്ലാ പിരമിഡ് സ്കീമിലും എന്ന പോലെ പുതിയ ആൾക്കാർ ജോയിൻ ചെയ്യുന്നവരുടെ പൈസ എടുത്ത് മുമ്പുണ്ടായതിന് കൊടുക്കുക. അതാണ് ഇതിൽ നടക്കുകയുള്ളൂ. അപ്പോൾ എപ്പോഴാണോ പുതിയ ആൾക്കാർ ഇതിൽ ജോയിൻ ചെയ്ത് നിൽക്കുന്നത്, അപ്പോൾ പഴയ ആൾക്കാർക്ക് പൈസ കിട്ടാൻ നിൽക്കും. അപ്പോൾ അവസാനം ചേർന്നവർക്ക് ഒരിക്കലും പൈസ അവരെ കിട്ടില്ല. അതുപോലെ മുൻപ് ചേർന്നവർക്ക് എപ്പോഴാണോ അവസാനം ആൾക്കാർ ചേർന്ന് നിൽക്കുന്നത്, അപ്പോൾ അവർക്ക് വരുന്ന പൈസയും നിൽക്കും. ഇതാണ് എല്ലാ പിരമിഡ് സ്കീമിലും കണ്ടുവരുന്നത്. ഇതിലും അത് തന്നെയാണ് സംഭവിക്കാൻ പോവുക. അത് യാതൊരു സംശയവും എനിക്കില്ല. ഇതൊരു ഗ്ലെയറിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യം, ഇത്ര റിട്ടേൺ തരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, എത്ര ഡോളർ എന്നുള്ളത്. പക്ഷേ താഴെ നിങ്ങൾക്ക് കാണാം ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട് ഇവിടെ. അത് നിങ്ങൾക്ക് വരുന്നത് ഡോളറായിട്ടല്ല, എല്ലാം വരുന്നത് എങ്ങനെയാണ്? ഓൾ റിവാർഡ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് യൂസിങ് MTHD ടോക്കൺസ്. അപ്പോൾ ഇതൊരു ക്രിപ്റ്റോ വഴി തരുന്നതാണ് പറയുന്നത്. ഈ MTHD പറയുന്നത് ഏത് ക്രിപ്റ്റോ ആണെന്ന് ആർക്കും അറിയില്ല. ഇവരെവിടെയും പറഞ്ഞിട്ടില്ല ഏത് ക്രിപ്റ്റോ ആണെന്നുള്ളത്. അപ്പോൾ ആ ക്രിപ്റ്റോയ്ക്ക് എന്ത് വാല്യൂ ഉണ്ടോയെന്നോ എന്താണെന്ന് നമുക്കൊന്നും അറിയില്ല. അപ്പോൾ ഈ ക്രിപ്റ്റോ എന്നുള്ളത് മിക്കവാറും ഇവർ തന്നെ ഉണ്ടാക്കിയ ഇവരുടെ തന്നെ ഒരു ക്രിപ്റ്റോ ആയിരിക്കും. അപ്പോൾ അവർ തന്നെ ഉണ്ടാക്കിയതാകുമ്പോൾ
അതിന് ഒരു റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഏതൊരു കറൻസിക്കും അതിൻ്റെ വില നിശ്ചയിക്കുന്നത് അതുകൊണ്ട് ആ കറൻസി കൊണ്ട് എന്ത് വാങ്ങിക്കാൻ പറ്റും എന്നതനുസരിച്ചായിരിക്കും. അപ്പോൾ ഒരാൾ തന്നെ ഉണ്ടാക്കിയ ഒരു ക്രിപ്റ്റോ വെച്ച് മറ്റുള്ളവരൊന്നും അത് സ്വീകരിക്കാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഈ ക്രിപ്റ്റോയ്ക്ക് ഒരു വില ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്ര തന്നെ ടോക്കൺസ് കിട്ടിയാലും അതിന് വില ഉണ്ടാവാൻ യാതൊരു സാധ്യതയുമില്ല. അപ്പോൾ ഇവിടെ ഇത്ര ഡോളർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി അത് നിങ്ങൾക്ക് പേ ചെയ്യുന്നത് ക്രിപ്റ്റോ രൂപത്തിലാണ്. അപ്പോൾ അതിന് നിങ്ങൾ വിൽക്കാൻ പോകുമ്പോൾ എന്ത് വില കിട്ടും എന്നുള്ളത് കണ്ട് തന്നെ അറിയണം. വേറൊരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്കിതിവിടെ നിർത്താൻ എനിക്ക് നിങ്ങൾ കാണിക്കാനുള്ളത് ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ പേജാണ്. ഒരു ഡിസ്ക്ലെയിമർ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്ലെയിമർ വായിക്കുക. ഓൾ ഡിജിറ്റൽ അസറ്റ്സ് ഇൻവോൾവ് റിസ്ക്. പാസ്റ്റ് പെർഫോമൻസ് ഡസ് നോട്ട് ഗ്യാരണ്ടി ഫ്യൂച്ചർ റിട്ടേൽസ്. പ്ലീസ് റിസർച്ച് റെസ്പോൺസിബിലിറ്റി ആൻഡ് ബൈ ഓൺലി വാട്ട് യു ക്യാൻ അഫോർഡ് ടു ലൂസ്. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടം വന്നാൽ കുഴപ്പമില്ല എന്നുള്ള പൈസ കൊണ്ട് മാത്രം വാങ്ങിച്ചാൽ മതി എന്നാണ് അവർ തന്നെ പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ വിചാരിക്കും എല്ലാ ഡിസ്ക്ലെയിമറിലും പറയുന്ന പോലെ നമ്മളിപ്പോൾ മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കുകയാണെങ്കിൽ അതിന് ഡിസ്ക്ലെയിമർ ഉണ്ട്. പക്ഷേ ഇങ്ങനൊരു ഡിസ്ക്ലെയിമർ ഒരു മ്യൂച്വൽ ഫണ്ടിനും ഉണ്ടാവില്ല. ഇത് അവർ വളരെ ഓപ്പണായിട്ട് പറയുന്നുണ്ട്, ഇത് റിസ്കി ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പറ്റും എന്നുള്ള പൈസ മാത്രം അത് ഇട്ടാൽ മതി എന്നുള്ളത്. അപ്പോൾ അവരെന്നെ ഇത്രയും പറയുന്ന സ്ഥിതിക്ക് അപ്പോൾ ഇതിൻ്റെ ഗ്യാരണ്ടീഡ് റിട്ടേൺസും അതൊക്കെ എത്രത്തോളം സത്യമായിരിക്കും നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇതാണ്, ഇതും പല കാലത്തും ഉണ്ടായ പല പിരമിഡ് സ്കീമുകളെയും പോലെ ഉള്ളൊരു പിരമിഡ് സ്കീം മാത്രമാണ്. ഇതിൽ ടെക്നിക്കൽ ജാർഗൺസ് അവർ പലതും യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതുകൊണ്ട് ആക്ച്വലി പിരമിഡ് സ്കീം തന്നെയാണ്. ഇതിനൊരു അപ്പോൾ എപ്പോഴാണോ അവസാനത്തെ ആൾക്കാർ ജോയിൻ ചെയ്യുന്നത് നിൽക്കുന്നത്, അപ്പോൾ മേലുള്ള ആൾക്കാർക്ക് പൈസ കിട്ടുന്നത് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ നിങ്ങളോടുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്യാതിരിക്കുക. അഥവാ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യുക. പക്ഷേ നിങ്ങൾ ഇനിയുള്ള ആൾക്കാരെ ഇതിൽ ചേർക്കാതിരിക്കുക. കാരണം ഇത് നിങ്ങൾ ചേർക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും ആ ഒരു കുറ്റത്തിൻ്റെ ഭാഗമാവുകയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു ഒരു ക്രിപ്റ്റോ കറൻസിയെ പറ്റി അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ 2 മാസത്തിനകത്ത് നമ്മൾ അടുത്ത തട്ടിപ്പിൻ്റെ വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ തട്ടിപ്പായി കവർ ചെയ്തുകൊണ്ടിരുന്നാൽ ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. സമർത്ഥരായ തട്ടിപ്പുകാർ വലവിരിച്ചിരിക്കുകയാണ് സാധാരണക്കാരെ പറ്റിക്കാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോരോ വീഡിയോ ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനേക്കാളും നല്ലൊരു മെത്തേഡ് എന്തായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ വീഡിയോ ഉണ്ടാക്കുക, അതിൽ തട്ടിപ്പുകളുടെ പാറ്റേൺ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് സാധാരണക്കാർ മനസ്സിലാക്കുക. അപ്പോൾ അത് മനസ്സിലാക്കുന്നതിലൂടെ സാധാരണക്കാർക്ക് തട്ടിപ്പുകളിൽ നിന്ന് രക്ഷപ്പെടാനാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആ സീരീസിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ദയവായി നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അത് വെച്ച് കാണുക. ആ ഒരു സീരീസെല്ലാം നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് തട്ടിപ്പിൻ്റെ പാറ്റേൺ എന്നുള്ളത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാനും ആ തട്ടിപ്പുകൾ ഒഴിവാക്കാനും പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ അവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെസിഫിക്കായ ടോപ്പിക്ക് കവർ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ എൻ്റെ അവതരണ രീതിയിൽ എന്തെങ്കിലും മാറ്റമോ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റോ വരുത്തണമെന്നുണ്ടെങ്കിൽ അതും ദയവായി കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.